ഹലോ, വെൽക്കം ബാക്ക് ലീലൂസ്. അപ്പോൾ ഇന്ന് നമുക്കൊരു നോമ്പുതുറയുടെ വിശേഷങ്ങളാണ് കേട്ടോ. മൂത്താപ്പാൻ്റെ വീട്ടിലാണ് ലാസ്റ്റ് നോമ്പൊക്കെ ആയല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടാന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചതാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഇതാണ് മൂത്താപ്പാൻ്റെ വീട് കേട്ടോ. മൂത്താപ്പാൻ്റെ മോളെ വീട്ടിലാണ് നോമ്പുതുറ ഉള്ളത്. അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് ഇവിടെ കുറച്ച് പരിസരങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണാം. നമുക്ക് ടെറസിൻ്റെ മുകളിലേക്ക് പോകാം കേട്ടോ. ചില വീടുകളിലൊക്കെ ചെന്നാൽ കാണാമല്ലോ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോയാൽ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആദ്യം ഞാൻ കാണിച്ചു തരാം. ചില ആളുകൾ അതിൻ്റെ ടെറസിൻ്റെ മുകളിലായിട്ട് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവരും തന്നെ ഒരു സൈഡിലായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് തക്കാളി, അതേപോലെ തന്നെ പച്ചമുളക്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാത്ത ചെടികളും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു കൗതുകമായി തോന്നുന്നത് ഇതാണ് കേട്ടോ. നേരെ നമുക്ക് ടെറസിൻ്റെ മുകളിൽ തന്നെ മാങ്ങയൊക്കെ പറിക്കാൻ പറ്റും. നല്ല പുളിയില്ലാത്ത നല്ല മാങ്ങയായിട്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ തന്നെ നമുക്ക് എന്താണ് കഴിക്കാൻ തോന്നും. നോമ്പാണല്ലോ, എന്നാലും നമുക്ക് എന്താണ് മാങ്ങയൊക്കെ അവിടെ നിന്ന് പറിക്കാനും പറ്റും. അപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് മാങ്ങയൊക്കെ പറിച്ചിട്ട് പോകാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഇത് കറുവാപ്പട്ടൻ്റെ മരമാണ് കേട്ടോ. ഉണ്ടോ, നല്ലോണം ഉണ്ട്, പൂത്ത് നിൽക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ പപ്പായൻ്റെ മരം. ഇതൊക്കെ നമുക്ക് ഈ ടെറസിൻ്റെ മുകളിൽ കയറിയാൽ കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സീതപ്പഴം പറഞ്ഞാൽ പിന്നെന്താണ് ഈനാമ്പഴം. അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഈനാമ്പഴം എന്നാണ് പറയല്. ചില നാട്ടിൽ എന്താണ് പറയുകയെന്നറിയില്ല, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ മുകളിൽ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി അപ്പുറത്തെ വീട്ടിലേക്ക്, അതായത് മൂത്താപ്പാൻ്റെ മോളെ വീട്ടിലേക്കാണ് പോകുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ഫുഡൊക്കെ ശരിയാക്കാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് പിന്നെ കയറി വരുന്നോട് തന്നെയാണ് ഇങ്ങനെ പായ വിരിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പായ വിരിച്ച് അതിലിരുന്ന് നോമ്പ് തുറക്കണതൊക്കെ. അത് നമ്മൾ പഴയ കാലത്തിലേക്ക് ഒന്നും കൂടെ എന്താണ് ഓർമ്മകൾ പുതുക്കാൻ നല്ലതാണ്. അപ്പോൾ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്ന് ഇതേപോലെ തന്നെ ജ്യൂസ് കുടിച്ച്, ജ്യൂസ് 2 ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമൂസ, അതേപോലെ തന്നെ പഴംപൊരി, ഇങ്ങനെയുള്ള വിഭവങ്ങളും അതേപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം തരിക്കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തരിക്കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പിന്നീട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ പിന്നെ പൊറോട്ട, അതേപോലെ തന്നെ ചെറിയ പത്തിരി, അതായത് വയനാട് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ പത്തിരിയൊക്കെ ആയിട്ടാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയായിട്ട് ഉണ്ടാക്കാറുള്ളത്. നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ചെറിയ കുഞ്ഞു പത്തിരി കേട്ടോ. പിന്നെ എന്താണ് പൊറോട്ട ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഫുഡ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നിസ്കരിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാങ്ങ പറിക്കുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് മാങ്ങ പറിക്കാൻ തുടങ്ങി. പിന്നെ അത് പൊറുക്കാൻ തുടങ്ങി. കൂടെ താത്താൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അത് പെറുക്കിയെടുക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ മാങ്ങയൊക്കെ പറിച്ച് അത് കീസിലാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ എത്രയേ ഉള്ളൂ. ഏതായാലും നോമ്പൊക്കെ തീരാറായി, പെരുന്നാളാവാനായി. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഈദ് മുബാറക്ക്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.